കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സ്. അല്ല സർ, ഈ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഓ, ഒരു പരസ്യം. ഇതാര്? അടിച്ച് ടൈറ്റ് ആയിട്ട് വന്നേക്കാണ്. കണ്ണൊക്കെ ഇരിക്കണുണ്ട് ചൊകാന്ന്. പുള്ളിക്ക് ചെങ്കണ്ണ, കണ്ണ് വാസുണ്ണ പോലെ ചുവന്നിരിക്കുക. അത് ചെങ്കണ്ണായിരിക്കും, അല്ലാതെ ഇങ്ങനെ രോഗക്കൂലല്ലോ. ഡോക്ടറെ കാണിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. തുള്ളി മരുന്ന് അലർജി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പുള്ളി ചെങ്കണ്ണായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാൾ അറിയരുത്, മനസ്സിലായോ? ഞാൻ ആരോടും പറയില്ല. സത്യം കിട്ടും, ദൈവം സത്യം. ഇതെപ്പോഴായിരുന്നു? 1 മണിക്കൂർ മുമ്പ്. ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല ജോർജ് കുട്ടി. ഞാൻ ആരോടും പറയില്ല. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില പേടിപ്പിക്കാടാ. അല്ല, നീ ആരാണെന്ന് നിന്റെ വിചാരം? കളിക്കാൻ അറിയാവുന്നവന്റെ കൂടെ നീ കളിച്ചിട്ടില്ല. പഠിപ്പിക്കാം, ഞാൻ അവളെ ശരിക്കും പഠിപ്പിക്കാം. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ്. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തണ്ടടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. സമ്മതിച്ചേ? ആ ആണല്ലോ. ആ തീർത്തിട്ട ഞാൻ അകത്ത് പോകണടാ. എന്നെ കൊല്ലണ ജോർജ് കുട്ടി, ഞാൻ എല്ലാം പറയാം. അയ്യോ, എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ബുദ്ധിയില്ലാത്തവരാ, എന്റെ ശരീരം കളയണ്ട. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മോൻ കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. എക്സ്റേയില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാരിയലിന് കുഴപ്പമൊന്നുമില്ല. ഏത് വാരിയല്ലേ? സംഭവ സ്ഥലത്തുനിന്ന് വാരിയെടുത്തില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ശ്രേയോ എന്താ ഇവിടെ? ഇത് എന്റെ വീടാ. എന്താ ഇവിടെ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാമേ. അളി, നീ 1 തൊട്ട് 100 വരെ എണ്ണ്. എന്നിട്ടും ടെന്നിച്ച് വന്നില്ലേ നീ 100 തൊട്ട് 1 വരെ തിരിച്ചെണ്ണണം. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതോ കൊമ്പത്തെ ആയിരിക്കുന്നു. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? ഞാൻ 2-3 സീനിൽ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നു. എന്റെ വിധി ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ. പോട്ടെ, കൺട്രോൾ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോകാം. ബെസ്റ്റ് റോള് നിന്റെയാ. ശ്രേയോ എന്താ ഇവിടെ? ഇത് എന്റെ വീടാ. ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാമേ. എന്താ എന്റെ ഉദ്ദേശം? അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ വീണ എന്നെ വിളിച്ചു, സാറേ എന്നെ ബക്കറ്റ് സ്റ്റാർ എന്ന് വിളിക്കും. ഞാൻ നല്ലതല്ലേ. വേറൊരു നല്ല വേഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? എടാ, ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. മോള Now it makes sense. മോള Now it makes sense. What the hell is this? Get out! You sit down! Ali, I asked you to get out. Thank you, madam. Out. ഓ, ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റ്.
ഏതായാലും എന്റെ അഭിനയം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ. എങ്ങുണ്ട് അഭിനയം? ഏതായാലും വേഷം കെട്ടി എന്നാ കൊള്ളാവുന്ന വേഷം കെട്ടാമായിരുന്നു. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? ഞാൻ 2-3 സീനിൽ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. ഒരിടത്ത് വെള്ളം എടുക്കാനായിട്ട് വരുന്നു, മറ്റേടത്ത് ശരിക്കും പറഞ്ഞാല് ജോർജ് കുട്ടി കാണണല്ലോ. അപ്പൊ വരുമ്പോ കൈയും വീശി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ചുമ്മാ കണ്ട് കാണിക്കാൻ വരുന്ന പോലെ ആവൂല്ലോ. നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. പുള്ളിക്കാരത്തി ഒരു പർപ്പസിന് വേണ്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണിച്ചത്. പക്ഷെ അത് അവിടെ വെച്ച് അങ്ങനെ വന്നപ്പം അത് പറ്റിയതാണ്. വീണയ്ക്ക് എന്തായാലും നല്ല പബ്ലിസിറ്റി. ആള് സ്റ്റാറായിട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ. എല്ലാവരും ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ ദേവനെ കുറിച്ച് ഒരു രഹസ്യാന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ആ വരുൺ കേസിലെ പെൺകുട്ടിക്കും ഇതായിരുന്നു പ്രശ്നമെന്നും അതാണ് ആ പയ്യന്റെ മരണത്തിന് കാരണമായതെന്നും കണ്ടു. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. ഇപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി. അപ്പൊ പലരും അങ്ങനെയാണ് പറയണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറോട്